പോയി എന്റെ പെണ്ണ് പോയി. എടാ, പ്രേമിച്ച് പെണ്ണ് തേച്ചിട്ട് പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ആളെന്നല്ല നീ. പക്ഷെ ഇപ്പൊ നീ കാണിച്ചത് അത് മോശമായിപ്പോയി. എന്ത് തേപ്പ് കെട്ടിയത് കള്ളു കുടിച്ചതാണ്? അല്ല, ഞാൻ അടിക്കാൻ പറ്റുന്ന ലാസ്റ്റ് പോയി എടുത്ത് അടിച്ചത്. സങ്കടം കൊണ്ട 5 വർഷമായി ഈ നെഞ്ചത്ത് അവളെ കൊണ്ട് നടന്നത്. എന്റെ കുറച്ച് കാശും പോയി. ഈ ഗവൺമെന്റ് ജോലിക്കാരെ കാണുമ്പോഴേക്ക് പെണ്ണുങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ഗവൺമെന്റ് ജോലി നിരോധിക്കണം. നിർത്തറ, അവള് പോയ അവളെ അനിയത്തി. അവക്ക് അനിയത്തി ഇല്ല. ഓഹോ, അപ്പൊ സാറ് അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് അല്ലേ? അത് വിട്, ഇത് പറയും ഞാൻ എങ്ങനെ അവളെ മറക്കും? എടാ, പരമ്പരാഗതമായി തേപ്പ് കിട്ടുന്ന ആളുകൾ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ജിമ്മിൽ പോകണം, ഒന്ന് കള്ളുകൂടി. കഴിഞ്ഞ ആഴ്ച സംഗീതിനെ അവൻ്റെ പെണ്ണ് തേച്ചിട്ട് പോയപ്പോൾ ഇതേ 2 ഓപ്ഷൻ ഞാൻ മുന്നോട്ട് വെച്ചത്. എന്നിട്ട് ആ നാറി എന്ത് ചെയ്തു? ജിമ്മിൽ പോയിരുന്ന് കള്ളു കുടിച്ചു. പക്ഷെ നീ അങ്ങനെയല്ല. നമ്മൾ നാളെ മുതൽ ജിമ്മിൽ പോകുന്നു, നീ അവളെ മറക്കുന്നു. ഓക്കെ? യെസ്, നാളെ മുതൽ നമ്മൾ ജിമ്മിൽ പോണു, അവളെ മറക്കുന്നു. ശരത്തിന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല. എത്ര വർഷം പ്രേമിച്ചു? അതെങ്ങനെ മനസ്സിലായി? ഈ സമയം തെറ്റി പയ്യന്മാരെ ജിമ്മിൽ ജോയിൻ ചെയ്യണത് 2 കാരണം കൊണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ തേപ്പ് കെട്ടി കാണും, അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരിക്കും. ഇതിലേതാണ്? തേപ്പ്. എത്ര വർഷം? 5 വർഷം. ഓ, അപ്പം നമുക്ക് നല്ല സമയമുണ്ട്. മസിൽസ് ഒക്കെ ബഡ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇന്നുമല്ല നമുക്ക് വർക്കൗട്ട് ആരംഭിക്കും. എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല. ഇവളല്ലാതെ ഇനി എന്റെ ജീവിതത്തിൽ വേറെ പെണ്ണില്ല. ഇവിടെ പുതിയ ആളാണോ? അതെ. ഞാനിവിടെ കുറച്ചാളായിട്ടുണ്ട്. നമുക്ക് കാണാം. ശരി. ഗിഫ്റ്റ് ചെയ്യുക സെയിം ആണല്ലോ. പക്ഷെ അന്ന് നമ്മൾ അവിടെ പോയപ്പോ അവിടെ ഒരു നല്ലൊരു വാച്ച് ഉണ്ടായിരുന്നേ. ഇപ്പൊ വാങ്ങാൻ പറ്റില്ല, അതാ പറ്റിപ്പോയത്. അതെ, ഡംബിൾസ് ഒക്കെ എടുത്തിട്ടേ ഇടയ്ക്കൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ചേച്ചി ഇവിടെ എന്തിനാ വന്നേ? വെയിറ്റ് കുറയ്ക്കാൻ. വന്നപ്പോ എത്രയായിരുന്നു വെയിറ്റ്? 54. ഇപ്പോഴോ? 64. പോയ പോയ ശരത്തിന് എന്നെ എത്ര ഇഷ്ടാ? ഒരുപാട് ഇഷ്ടം. ശ്രുതിക്കോ? അത് ഞാൻ നാളെ പറയാം. എന്തു പറയുന്നു? ഇത്ര കിട്ടുന്നോ? ഹെടി, ഇത് നിന്റെ എത്രാമത്തെ തേപ്പാ? എന്തായാലും ഞാനൊന്ന് പറയും. ഇന്നോ? എന്തു പറയുന്നു? ചേട്ടാ, ഞാനും ചേട്ടൻ തമ്മിലുള്ള പ്രേമം പവർ കിട്ടായി. ചേട്ടാ, ചേട്ടന് എന്നെ കാണുന്ന ഒരു പെൺകുട്ടിയെ കിട്ടും. വേണമെങ്കിൽ കൂട്ടത്തിൽ 2 തുള്ളി കണ്ടിരുന്നു. ഈ
പ്രേമപരവശന്മാരായ കാമുകന്മാരെ ഇങ്ങനെ ബ്ലിങ്കസ്യാന്ന് പറഞ്ഞു നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ? ആണോ? ശരത്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല. നമുക്ക് പിരിയാം. എന്തൊന്നും പറയാത്തെ? എന്തു പറയാ? വെറുതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ബൈ ശരത്, ബൈ. ശ്രുതി, ഒരു മിനിറ്റ്. ആത്മാർത്ഥമായി പ്രേമിക്കുന്ന ആണുങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വട്ടം തേപ്പ് കിട്ടും. അത് പ്രപഞ്ച സത്യമാണ്. പക്ഷെ ഒരു വട്ടം തേപ്പ് കിട്ടിയ ആണുങ്ങൾ കണ്ടല്ലോ, രണ്ടാമതൊരു തേപ്പ് കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാം? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രണ്ടാമതൊരു തേപ്പ് കിട്ടുന്നത് എന്നും അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ആദ്യം പ്രേമിച്ച പെണ്ണ് എന്നും ആത്മാർത്ഥമായിട്ട് അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അവിടെ രണ്ടാമതൊരു പെണ്ണ് പെട്ടെന്ന് സ്ഥാനം കിട്ടില്ല. അത് നീ ഓർത്തോ.